السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد القهار. الصلاة والسلام على النبي المختار وعلى آله وصحبه الأخيار. أما بعد. വന്യരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബജീവിതം. പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളുടെയും അതിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ മഹിമയെയും നമ്മൾ ഏറെ മനസ്സിലാക്കിയതാണ്. അത്രമേൽ മഹോന്നതമായ കുടുംബജീവിതം ഇല്ലായ്മ ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله أن يوصل ويفسدون في الأرض. അല്ലാഹു യോജിപ്പിച്ച ബന്ധങ്ങളെ വിച്ഛേദിക്കുകയും അതുവഴി വിനാശത്തിലായി തീരുകയും ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈക ലഹുമുൽ ലഅനതു വലഹും സുഉത്താർ. അവർക്കാണ് അല്ലാഹുവിന്റെ ശാപം, അവർക്കാണ് കത്തിയാളുന്ന നരകമുള്ളത്. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, കുടുംബ ബന്ധം ശിഥിലമാക്കുന്നതിന്റെ ഗൗരവം നാം ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകത്തിലേക്ക് ഇടുന്ന കേസാണ്. അത് തീക്ഷണമായ ശിക്ഷ ലഭിക്കുന്നതാണ്. എന്തൊക്കെ ശിക്ഷയാണ് പ്രവാചകർ പറഞ്ഞതെന്താ? അൽ ബഗ്യു വ ഖതിയത്തുർ റഹീം. അക്രമവും കുടുംബ ബന്ധം ഒരിക്കലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന അസ്റഅ സവാബി ഇൻദല്ലാഹി സിലത്തുർ റഹീം. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വേഗത്തിൽ പ്രതിഫലം നൽകുന്നത് അത് കുടുംബബന്ധം ചേർത്തവനാണ്, കുടുംബബന്ധം സ്ഥാപിച്ച് കൂട്ടിയുറച്ചവനാണ്. പുന്നാര ഹബീബിന്റെ അരികിലേക്ക് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, എന്റെ മുശ്രിക്കത്തായ എന്റെ ഉമ്മ എന്നെ കാണാൻ അതിയായി ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ, എന്നെ കാണാൻ അതിയായി ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ, ഞാൻ ബന്ധം പുലർത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി എത്ര മനോഹരമാണ്. യാ അസ്മാ സ്വിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോട് ബന്ധം പുലർത്തിക്കോളൂ. അതുപോലെ തന്നെ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പുന്നാരമകനെ വിളിച്ചിട്ട് പലപ്പോഴും ഉപദേശിക്കുമായിരുന്നത്രേ, യാ ബുനയ്യ ലാ തസ്ഹബന്ന ഖാതിഅ റഹിം. പൊന്നുമോനെ, നീ ഒരിക്കലും കുടുംബബന്ധം കത്തിച്ച് കളഞ്ഞവരോട് കൂടെ നീ ഒരിക്കലും കൂട്ടുകൂടല്ലേ. അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. കുടുംബബന്ധം നിലനിർത്തൽ നമ്മുടെ ചര്യയായി മാറേണ്ടതുണ്ട്. എന്തിനധികം പറയണം, മനസ്സിനെ പൊറുക്കാതെ ദ്രോഹങ്ങൾ ചെയ്തവരോട് പോലും ഇസ്ലാം എന്താ പറഞ്ഞത്? അവരോട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചോളൂ, അവരോട് നിങ്ങൾ കൂട്ടുകൂടിക്കോളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബന്ധുവായിരുന്നു മിസ്തഹ് എന്നവർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ഒരു ആരോപണത്തിൽ അവരും പങ്കുചേരാനിടയായി. അങ്ങനെ മിസ്തഹ് എന്നവർ അവർക്ക് നൽകിയിരുന്ന ദാനങ്ങൾ അത്രയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴിവാക്കി കൊടുത്തു. പക്ഷേ അതിന് വിലക്കറിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വന്നത് എന്താണ്? വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അയ്യുതു ഉലുൽ ഖുർബാ. നിങ്ങളെ ശ്രേഷ്ഠരും സമ്പന്നരുമായ വ്യക്തികള് നിങ്ങളുടെ കൂട്ടുകുടുംബക്കാർക്ക് ദാനം നൽകില്ലെന്ന് സത്യം ചെയ്യരുതേ. എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം ഈ കാര്യത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. സുന്ദരമായ ബൈറുഹാ തോട്ടം ത്വൽഹാ റളിയല്ലാഹു അൻഹു ദീനിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താ പുന്നാർ തിരുദൂതർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത്? തജഅലഹാ ഫിൽ ഖുറബീൻ. അത് നിന്റെ കൂട്ടുകുടുംബക്കാർക്ക് കൊടുത്തോളൂ, അത് നിന്റെ ബന്ധപ്പെട്ടവർക്ക് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുത്തുമുഅ്മിനീങ്ങളെ,
ബന്ധം വിച്ഛേദിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പരിഗണനയും ലഭിക്കുന്നതല്ല. എന്തിനധികം പറയണം, നമ്മുടെ സർവ്വ അമലുകളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ച അഅ്മാല് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ. ഇതിന്റെ ഗൗരവം നാം ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുശ്മനി ലാക്ക് സഹി ഖതം ने कीजिए रिश्ता दिल मिले या न मिले हाथ मिलाते रहिए हाथ मिलाते रहिए. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം കൂട്ടി ജീവിക്കാനും മുത്തഖീങ്ങളായി മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.